ഗൈസ് നമ്മൾ 2025 ഫുട്ബോൾ ലീഗ് കളിക്കുകയാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം കളിച്ച് നമ്മൾ ഇന്ത്യൻ ലീഗാണ്. ഇപ്രാവശ്യം കളിക്കുന്നത് യൂറോപ്യൻ കോൺഫറൻസ് കപ്പാണ്. നമ്മൾ ഇപ്രാവശ്യം ഫ്രാൻസ് ആണ് കളി. നമ്മൾ മോൾഡിൻ്റെ കൂടെയാണ്. ടീമൊക്കെ കറക്റ്റാണ്. കളി തുടങ്ങുകയാണ്. അപ്പൊ കളി തുടങ്ങുകയാണ്. കമന്റ് പറയാൻ ഗൈസ്, കാണാത്തൊരു ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്തോണം. ഞാൻ കമന്റ് എന്ന് പറയുന്ന ആളാ. കമന്റ് ഗോളി കിക്കായി. നമ്മൾ പാസ് കൊടുത്ത് എങ്ങനെയൊക്കെയും കയറി പോന്നു. എങ്ങനെയാലും കയറി. ഫുട്ബോൾ എന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. സേവ് ചെയ്തിട്ട് നമ്മൾ അടിച്ച് ഷൂട്ട്. ഇങ്ങോട്ടെല്ലാം നോക്കാണ്ടേ ഇരിക്കണം. അതിൽ നമ്മുടെ കയ്യിൽ ബോള് പോകും. എങ്ങനെയും വെട്ടിക്കാണ്. മെസ്സി ഇല്ല എന്തെന്ന് തോന്നിയിട്ട്. മെസ്സി ഇല്ല. മെസ്സി നമ്മൾ ഇറങ്ങിയിട്ടില്ല. പോയി അറിയാതെ എത്ര പോയി. മെസ്സിൻ്റെ ആൾക്കാരാട്ടോ. ഞങ്ങൾ മെസ്സി ഫാൻസാണ്. നിങ്ങൾ റൊണാൾഡോ ഫാൻ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, മെസ്സി ഫാൻ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നെയ്മർ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക, എംബാപ്പെ ആണ് ഷെയർ ചെയ്യുക. കയറിപ്പോകുന്നുണ്ട്. നമ്മൾ വെട്ടിക്കുന്നു. നല്ലപോലെ വെട്ടിക്കുന്നു. ഒരു ഗോൾ. ഇത്രേ ഉള്ളൂ. നമ്മൾ ഡെംബേല ഒരു ഗോളടിച്ചു. ഇത്രേ ഉള്ളൂ. നോക്കൂ, ഡെംബേല ഒരു ഗോളടിച്ചു. ഡെംബല ഒരു ഗോളടിച്ചു. കറക്റ്റ് ഒരു ഗോളായിരുന്നു ഗൈസ്. അവർ ടച്ചെടുത്തു. കളി തുടങ്ങി. അവർ പിന്നെയും കളി തുടങ്ങി. നമ്മൾ എങ്ങനെയും ജയിച്ചില്ലെങ്കിൽ നമ്മൾ അഭിമാനത്തിന് പ്രശ്നമാണ്. നമ്മൾ പാരീസാണ്. ഇപ്പം നമ്മൾ ജയിച്ചിരിക്കും ഗൈസ്. നമ്മൾ ഇപ്രാവശ്യം എംബാപ്പേനെ ഇറക്കണം. കയറിപ്പോന്നു. ഡെംബലെ വെട്ടിച്ച് റൂയിസ് ഒരു ഗോൾ അടിച്ചിരിക്കുന്നു ഗൈസ്. അത് നിങ്ങൾ കാണണം. എന്ത് രസമുള്ള ഒരു മനോഹരമായ ഗോളാണ് അടിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കും. അത് പോസ്റ്റ് തട്ടി കയറി ശക്കലും കൂടി മാറിയായിരുന്നെങ്കിൽ അത് വെളിയിൽ പോയേനെ. അവരിപ്പോ ഗോൾ അടിക്കുവോ? ഗൈസ് അത്രേ ഉള്ളൂ. നമ്മുടെ ഡിഫൻസ് കട്ട ഡിഫൻസ് ആണ്. അവരുടെ ഡിഫൻസ് അത്യാവശ്യം നല്ലതാണ്. പക്ഷെ നമ്മുടെ നല്ല കട്ട ഡിഫൻസ് ആണ്. അവരെയും നല്ല കട്ട ഡിഫൻസ് ആണ്. ഇപ്പൊ ത്രോ പോയേനെ, പക്ഷെ പോയില്ല. അവന്റെ കാല് തട്ടി, അല്ലെങ്കിൽ അതൊരു ഗോള് കേറേണ്ടതാണ്. ഹാഫ് ടൈമായി. ഹാഫ് ടൈം ആയിട്ടുണ്ട്. 2 മുട്ടയാണ്. നമുക്ക് ആരെയും മാറ്റണമെന്ന് വെച്ചാൽ ജി റാമോസ് നമുക്ക് ഇവനെ ആക്കാം. സ്റ്റാച്ച് എടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാലും കളിക്കണം. പിടിച്ചു നമ്മൾ അല്ല സേവ് ചെയ്തു. അവരെങ്ങനെയും അടിച്ചാലും നമ്മൾ സേവ് ചെയ്യും. അത്രേ ഉള്ളൂ. നമ്മൾ എങ്ങനെയും സേവ് ചെയ്തിട്ടേ നമ്മൾ പോകത്തുള്ളൂ. കിട്ടി ബാർക്കോറോ അപ്പോൾ ഇത് നിങ്ങൾ കാണിക്കുന്നത് യൂട്യൂബിൽ ഇടാനാട്ടോ.
ഇത് എങ്ങനെയാലും ഒരു ഗോൾ അടിക്കും നമ്മൾ. വെളിയിലടിച്ച പോസ്റ്റിന്റെ വെളിയിൽ ഞാൻ തകർത്താണ്. എങ്ങനെയാലും നമ്മൾ എങ്ങനെയും നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ അനിയൻ ഇവിടെ ഇരുന്ന് വർത്താനം പറയാനുണ്ട്. എൻ്റെ അത്തൂസ് ദ ടെക്കിയാണ്. അവൻ്റെ എല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അവൻ എൻ്റെ അൺലൈക്കൊക്കെ ചെയ്യാൻ വന്നാലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. അവൻ്റെ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അവൻ്റെ എന്നെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അത്തൂസ് ദ ടെക്കി എന്നാണ്. അവനെ വീട്ടിൽ വിളിക്കുന്ന അത്തു എന്നാണ്. അതുകൊണ്ടാണ് ഇവന്റെ സബ്സ്ക്രൈബ് അല്ലേ, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തോട്ടെ. ഞാൻ ചുമ്മാ പറഞ്ഞ അത്രേ ഉള്ളൂ. സെലിബ്രേഷൻ നോക്ക് ഗൈസ്, അത്രേ ഉള്ളൂ. നമ്മൾ അത്രേ ഉള്ളൂ. മൂന്നാം മുട്ട നമ്മൾ പാരീസ് ജയിക്കും. ഗൈസ് അവർ മുട്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓ ഗൈസ് നമ്മൾ വെറുതെ കളിയാക്കണ്ടായിരുന്നു. ഓ അത്രേ ഉള്ളൂ. നമ്മൾ പിടിച്ചു. സേവ് സേവ് പിന്നെ സേവ്. അവര് മുട്ട ഇട്ടോണ്ടിരിക്കും, അത് തിന്നുകയും ചെയ്യും. നമ്മളൊക്കെ ഗോൾ അടിച്ചോണ്ടിരിക്കും, അവര് വായി നോക്കിയിരിക്കും. ഗൈസ് ഒരു ഗോളും കൂടെ. അടുത്ത ഗോൾ ടെമ്പല്. അടുത്ത ഗോൾ കയറിയിരിക്കുന്നു ഗൈസ്. ഒന്ന് നിങ്ങൾ കാണണം ഗൈസ്. 4 മുട്ട, അങ്ങനെ 5 മുട്ട നമ്മളാക്കണം. ഓ ശേ ഗൈസ് നമ്മൾ എങ്ങനെയും ജയിക്കും. നമ്മൾ എങ്ങനെയും ജയിക്കും ഗൈസ്. അടുത്ത ഗോൾ. നെർവ്സ് ഗോൾ അടിച്ചിരിക്കുന്നു ഗൈസ്. അത്രേ ഉള്ളൂ. ഗൈസ് നമ്മൾ എങ്ങനെയും ജയിക്കും. 5 മുട്ട ജയിക്കും. ഉറപ്പാണ് ജയിക്കുമെന്ന്. എന്നാലും ഞാൻ പറയുന്നു നമ്മൾ ജയിക്കുമെന്ന്. ഈ ചുമ്മാ പറഞ്ഞാൽ എല്ലാവർക്കും അറിയണം. കളി ജയിച്ച ഗൈസ്. അവിടെ പാരിസ് ജയിച്ച. അത്രേ ഉള്ളൂ. പാരിസ് ജയിച്ച 5 മുട്ട. ഇനി അടുത്ത വീഡിയോ ആയിരിക്കും വരുന്നതാണ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്യുക. പിന്നെ മറക്കണ്ട, മെസ്സി ഫാനാണ് ലൈക്ക് ചെയ്യുക, റൊണാൾഡോ ഫാനാണ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നെയ്മർ ആണെങ്കിൽ. പിന്നെ അടുത്ത കളി നമ്മൾ കളിക്കുന്നത്, അടുത്ത വീഡിയോ ഇടുമ്പോൾ നമ്മൾ കളിക്കുന്നത് ഏതൻസ് ഗ്രീൻ്റെ കൂടെ ആയിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ ബൈ.